തക്കാളി ചമ്മന്തി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഉള്ളിയും തക്കാളിയും ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു പാൻ ഗ്യാസിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വെളുത്തുള്ളി ഒരു 5 അല്ലി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് എരിവിനാവശ്യമായ വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ മുളക് പൊടിയല്ല വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. 4 വറ്റൽമുളകാണ്. അപ്പോൾ ഒത്തിരി എരിവ് ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ മുളകും ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. മുളകൊന്ന് മൂത്ത് വന്ന സമയത്ത് അതിലേക്ക് നമുക്ക് സവാള ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ മീഡിയം സൈസിലുള്ള 2 സവാള ഉള്ളി കനം കുറച്ച് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ സവാള ഉള്ളി ഗോൾഡൻ ബ്രൗൺ കളർ ആവണ്ട, നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അതുവരെ നമുക്ക് ഗ്യാസിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഇതൾ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഉള്ളി നന്നായിട്ട് വാടി വരുന്ന സമയത്ത് അതിലേക്ക് തക്കാളി ഒരെണ്ണം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീഡിയം സൈസുള്ള ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി കൂടുതൽ ചേർത്താൽ കുറച്ച് പുളി കൂടുതൽ വരും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക്. ഇനി ഉപ്പ് ആവശ്യത്തിന്, അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരല്പം ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാർ എടുക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറ് ഒട്ടും ഈർപ്പം പാടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 2 ഇതൾ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് ഇനി അതിലേക്ക് നമുക്കൊരു 2 വറ്റൽമുളക് നടുവേ കീറിയതും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് ആ ഒരു പേസ്റ്റ് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തക്കാളി ചമ്മന്തി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും ഹോട്ടൽ സ്റ്റൈലിലാണ് നമ്മൾ ഈ ഒരു തക്കാളി ചമ്മന്തി ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ തക്കാളി ചമ്മന്തി ഇങ്ങനെ കടുക് പൊട്ടിക്കാതെ നേരെ അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. 2 രീതിയിൽ ചെയ്താലും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.